ആദ്യമായി നമ്മുടെ ഏത് ഗായികയാണ് അല്ലെങ്കിൽ ഗായകൻ നമ്മുടെ ഈ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ തമിഴിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് ശബ്ദം വഹിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഓക്കെ ഞങ്ങളിങ്ങനെ 3 പേര് നിൽക്കുമ്പോൾ ഇനി ഞാനൊരു താരത്തിൻ്റെ ശബ്ദം പറയാം. മലയാള സിനിമയിൽ മലയാളികൾ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ ചിരി കൊടുക്കാൻ അറിയപ്പെട്ട ഒരു പ്രിയപ്പെട്ട നടിയുണ്ട്, ശ്രീമതി കൽപ്പന ചേച്ചി. ആ ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് തുടങ്ങാം. ശ്രീമതി കൽപ്പന ചേച്ചി. ചേട്ടാ നമ്മുടെ ഈ മാതാവാണ് പോയി പറഞ്ഞിരിക്കുക. മാതാവാണ് സാറിനിരിക്കും. അയ്യോ ഗോവിന്ദകുട്ടിയെ വരുന്നത് ഇത്ര നാളായിട്ട് പിന്നെ ഗോവിന്ദകുട്ടിയെ കൊണ്ട് കാണാൻ കഴിക്കാൻ 10 വർഷം SSLC തോറ്റൊരു വിദ്യാർത്ഥി എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നീ ഈ കൈകൊണ്ടത്തെ കടമൊക്കെ വാട്ടിനോണ്ടി കൊടുത്തെന്ന് അറിയാമോ? നീ മാതത്തിന് ഒരിക്കലും സൗകര്യം കൊടുക്കുന്നേ. താങ്ക് യു. ഞാൻ അന്തരിച്ചു പോയ ഒരു അടൂർ ഭവാനിയുണ്ട്. മലയാളത്തിന്റെ മുത്തശ്ശി എന്നറിയപ്പെട്ട അടൂർ ഭവാനി. അതൊരു നമ്മുടെ പ്രിയകരിയായ ഗായിക ജാനകി അമ്മയുടെ ശബ്ദം നൽകിയിരിക്കുകയാണ്. ജാനകി വീണ്ടും നമ്മുടെ നടിമാരിലേക്ക് പോകുന്നു. മലയാള സിനിമയുടെ ജനപ്രിയ നായിക എന്നറിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കാവ്യ മാധവന്റെ ശബ്ദം. കാവ്യയുടെ ലൈവ് വോയിസ്. ആൾക്കാരെ ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ സ്കൂളിൽ വരാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാളത്തിൽ അവസാനമായിട്ട് ചെയ്തത് അടൂർ സാറിന്റെ പിന്നീട് വന്ന സിനിമയാണ്. അതിൽ ദിലീപേട്ടനായിരുന്നു എൻ്റെ നായകൻ. പിന്നീട് ഞങ്ങൾക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടേയില്ല. എൻ്റെ ജീവിതത്തിലെ നായകനും ദിലീപേട്ടനായിട്ട് മാറി. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. മലയാള സിനിമയിലെ കഥാ തിരക്കഥാ സംവിധാന സംഭാഷണം ശ്രീനിവാസൻ. അമ്മാമേ വാർത്ത വീണ്ടും ചേരാമലേക്ക് ഈ മനുഷ്യന്റെ ഫിഗറിലുള്ള ഒരു ഗായകൻ ഗാനം പോലെയാണ്. അദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുകയാണ് KG ബാലസ്. നല്ല പേര് നോക്കാം. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാം. എങ്കിലും ഇനി മലയാള സിനിമയിലെ കലാഭവൻ മണിച്ചേട്ടൻ്റെ അമ്മയും ഏറ്റവും കൂടുതൽ തവണ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ശബ്ദം കുറഞ്ഞ നടിയുണ്ട്, ശ്രീമതി മീന ഗണേഷ്. മീന ഗണേഷ് ഒറ്റ ബാക്കി പറഞ്ഞാൽ മനസ്സിലാവില്ല. വാസുദി ലക്ഷ്മി പിന്നെ ഞാൻ എന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ്റെ അമ്മയെ അഭിനയിച്ച മീന ഗണേഷ്. ശബ്ദം കുറഞ്ഞ നടി മീന ഗണേഷ്. പഴയ കാലത്തിലേക്ക് ഒത്തിരി പോകാണ്. പഴയ കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവർ, ഒരു 10, 30, 40 ആ റേഞ്ചിലുള്ളവർ പുണ്യം ചെയ്യുന്ന തലമുറ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ലോകത്തിന്റെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ ഒരു തലമുറയാണ്. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നുമില്ലാതെ ഒരു ലോകം ഉണ്ടായിരുന്നു. അന്ന് ആകാശവാണിയിൽ കൂടി മാത്രമായി നമ്മൾ വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും സിനിമാ ശബ്ദത്തിലേക്ക് കേട്ടിരുന്നു. അപ്പോൾ ആകാശവാണിയിൽ അന്ന് കൗതുക വാർത്തകൾ വായിച്ചത് ആണ് രാമേന്ദ്രൻ ചേട്ടൻ. ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ചൈനയിലെ വൻമതിൽ നിർമ്മാണത്തിൽ വന്നഴിമതി കണ്ടുപിടിച്ചപ്പോൾ വൻമതിലായതുകൊണ്ടാണ് വന്നഴിമതി ഉണ്ടായിരുന്നത് സഖാണ്. എന്താ കൗതുകം. അപ്പോൾ അതേ റേഡിയോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു ഗോപന്റെ വാർത്തകൾ വായിക്കുന്നത്. ഇദ്ദേഹമാണ് പിന്നീട് ലോകപ്രശസ്തമായ ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് ആ പരസ്യം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി കുടുംബക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ എത്രത്തോളം ഉണ്ടാകും. വലിക്കാൻ അനുവദിക്കരുത്.
നമ്മൾ മലയാളം തമിഴും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഹിന്ദിയിലേക്ക് പോകാം. ഹിന്ദി അനുരാധ പദ്വ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ആലോചിച്ചിട്ടുള്ള അനുരാധ പദ്വ. ഓക്കെ. സിനിമ താരങ്ങളൊന്ന് മാറ്റി നിർത്തി കുറച്ച് സമയത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് ഈ ഇടയ്ക്കൊക്കെ വൈറലായി കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള കുറച്ച് താരങ്ങളെ സെറ്റ് ഒന്നായിരിക്കും. ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നു സോഷ്യൽ മീഡിയ. ഇപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ വലിയൊരു എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ബ്ലോഗുണ്ട് നമ്മുടെ കോട്ടയത്തുകാരൻ താടിക്കാരൻ എന്ന് പറയും. അതിന് ക്യാപ്ചട്ടറാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ താടിക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ താടിക്കാരനെ ശബ്ദം അനുകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. വലിയൊരു ആന മോട്ടോ എടുത്ത് വെച്ചേച്ച് അതിനൊരു ചെറിയൊരു ഫോട്ടോ കൊടുക്കും. അതിനകത്ത് തോണ്ടിയെല്ലാം കൂടെ കൊടുക്കുന്നു പറഞ്ഞൊരു വലിയൊരു പാത്രത്തിൽ അങ്ങോട്ട് വീടും. അമ്പട അതിനെല്ലാം കൂടെ അങ്ങോട്ട് സവാള, ഇഞ്ചി, കുരുമുളക് എല്ലാം കൂടെ അങ്ങോട്ട് മറച്ചിട്ടുണ്ട്. ചിക്കി ചക്കര നല്ല പ്രാന്ത് പിടിച്ച കട്ടൻ ചായ ബീഫും കൂടെ അമ്പട അതവിടെ കൂട്ടിയടിക്കുമ്പോൾ നല്ല ഒരു സുഖമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ. ഞാൻ അടുത്തായിട്ട് ഇരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് നിന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുവെച്ചു. നമ്മുടെ കുറച്ച് പേർക്കൊക്കെ കൊച്ചുകുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല. എന്നാൽ പോലും ഗസൽ ഗാനരംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഗായകൻ ഉമ്പായ്. ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഉമ്പായ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിന് വരിക മുറ്റത്തെ ഇന്നലെ നേരം വെളുത്തിട്ടും മേലോട്ടു പോവാതെ നേരം വെളുത്തിട്ടും മേലോട്ടു പോവാതെ നക്ഷത്രമിടെ സുമയനേ സുമുഖി സുമവദനേ സഖി. താങ്ക് യു. അടുത്തതായിട്ട് നമ്മെ വിട്ടുപോയ മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന മാള അരവിന്ദൻ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമുക്കേറെ സുപരിചിതനായിട്ടുള്ള ഒരു അച്ഛനുണ്ട്, ശ്രീ ജോസഫ് അച്ഛൻ. കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പരിചയമുള്ളൂ. ആ അച്ഛനെ നമുക്ക് കേൾക്കാം. കുടുംബം ഇമ്പമുള്ളത് കുടുംബം ഭാര്യാഭർത്തൃബന്ധമെന്ന് പറയുന്നത് നിസാരപ്പെട്ട ഒരു കാര്യമല്ല. ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാര്യമാര് വാദത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നതൊക്കെ ഭർത്താക്കന്മാർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വാദപ്പടി നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം പമ്പം കിടക്കും. തന്നെയല്ല, ഈ ചിരിക്കുമ്പോൾ ഭാര്യമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിരിക്കുമ്പോൾ ഒരുമാതിരി ആകെ ചിരിക്കാതിരിക്കുക. താങ്ക് യു. ഞാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തമിഴ് ഗായകൻ മനോയുടെ ശബ്ദം മനോ. Some
ഹാസ്യകഥാ പ്രസംഗത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയിരുന്ന ഒരാൾ ആരാണ്? വി.ഡി. രാജപ്പൻ ചേട്ടൻ. അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. വി.ഡി. രാജപ്പൻ ചേട്ടൻ്റെ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം വി.ഡി. രാജപ്പൻ ചേട്ടൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 1-2 ടെലിഫിലിം സീരിയലിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ച് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മാത്രമല്ല അദ്ദേഹം അവസാനമായിട്ട് എഴുതിയ ഒരു കഥ, ഒരു സ്രാവിനെ സ്നേഹിച്ച പട്ടാൻ, പക്ഷെ അത് റിലീസായില്ല. ആ കഥയിലെ ആ കഥാപ്രസംഗത്തിലെ കുറച്ച് അദ്ദേഹത്തെ ശബ്ദം പറയുകയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ട് പാടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ട്, പക്ഷേ അത് റിലീസായില്ല. അതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വി.ഡി. രാജപ്പൻ ചേട്ടൻ്റെ അവിടുത്തെ എന്ന കഥയുടെ ഒരു 4 മിനിറ്റ്. എന്റെ കഥ ഒരൊറ്റ കല്ലെടുത്ത് തിരിച്ചെഴുതേ അയ്യോ ഈ കഥയുടെ പേര് അവിടെ അയ്യോ എന്തെങ്കിലും വണ്ടികൾ കെട്ടികൾ ജോലികൾ കുട്ടുകൾ തൊട്ടുകൾ മഴയില്ലാത്ത വണ്ടിയെടുത്ത് വാങ്ങുന്നത് യാത്ര കൊണ്ട് ആവശ്യമായിരിക്കുന്ന ബുദ്ധമരങ്ങളും ഈ ജീവിതത്താൽ പൊടികുട്ടി കുട്ടനാട്ടിലും കുടിയായി பார்த்தாൽ കാഴികൂലി കൽപ്പി കുഞ്ഞുകളും എന്റെ ദൈവമേ അങ്ങനെ ആ ഗ്രാമത്തിന്റെ അവസാനമല്ല ഇന്ത്യയുടെ സ്ഥിതിയും നിന്നെ തന്നെ ഓർത്തുകൊണ്ട് ആ ഗ്രാമത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ കല്ലാക്കുഴി എന്തായാലും വീരാജപ്പൻ എന്ന ആദ്യത്തെ കലാപ്രതിഭയെ ഒരിക്കൽ കൂടി പുറമേൽ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. മലയാള സിനിമയുടെ റിവ്യൂ പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായി നേരിടുന്ന ഇവിടെ ഒരു പ്രിയപ്പെട്ട താരം സന്തോഷ് വർക്കി. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല, ആറാട്ടൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കി, അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഒരുപാട് നല്ല സിനിമയായിരുന്നു. എനിക്ക് നല്ല രണ്ട് ശത്രുക്കപ്പൻ പ്രിഡിക്റ്റബിളായിരുന്നു. പക്ഷേ ഈ ചക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവളുടെ ഫാദർ ഭാവമാണ്, അവൾ വളരെ കൂടുതൽ. അതിനുശേഷം നവ്യെന്നാലും എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു മനുഷ്യൻ്റെ കല്യാണം എനിക്ക് സമ്മതിക്കില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല എല്ലാ പെണ്ണുങ്ങളും ഒരുപാട് പ്രത്യേകം പോകണം. താങ്ക് യു. അതുപോലെ തന്നെ ഈ വേദിയിലേക്ക് ഒരു പ്രിയപ്പെട്ട ഒരു കലാകാരനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് ഞാൻ. പ്രിയപ്പെട്ട മനോജ് സാറ്, അദ്ദേഹത്തിനെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം മിമിക്രിയിലൂടെ എന്നെക്കാളൊക്കെ ഒരുപാട് സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ മനോജ് സാറിനെ കൂടെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ കൂടെ ഒന്ന് ചോദിക്കുകയാണ്. മനസ്സിലെ നമസ്കാരം. അപ്പോൾ എൻ്റെ നമസ്കാരമുണ്ട്. അപ്പോൾ നമുക്ക് പ്രതിഭാസ കമ്പത്തിൽ 1-2 സംഭവങ്ങളൊന്ന് കാണിക്കുമോ ഞങ്ങളുടെ കൂടെ? ഓക്കെ, തീർച്ചയായും. എന്താണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുക? ആദ്യം ഞാൻ മിമിക്രിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്ത ലൈക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാസ് അല്പം കൂട്ടിട്ടുണ്ട്, ഒന്ന് കുറച്ച് കൂട്ടി ഡിലേ ഒക്കെ കട്ട് ചെയ്ത് തരണം. ഒരു വെറൈറ്റി ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്നിക്കൽ പരമായിട്ടുള്ള മിമിക്രി. എക്കോ കട്ട് ചെയ്തു, ഡിജിറ്റൽ ഡിലേ ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ മെക്കാനിക്കൽ ഐറ്റത്തിലൂടെ നമ്മുടെ ഈ പ്ലാറ്റിനം ജൂബിലി അനൗൺസ്മെന്റ് ഒന്ന് നടത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം കേൾക്കുക, ബാക്കി മൈക്കിന് ഡിജിറ്റൽ എക്കോ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനൗൺസ്മെന്റിലേക്ക് പോകാം. കുറച്ചുകൂടി ബാസ് ട്രിപ്പിൾ കൂടി തന്നാൽ നന്നായിരിക്കും. ഹലോ ഹലോ ശരി. പ്രിയമുള്ളവരെ, ഇരുമാപ്പുറമറ്റം MDCMS ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിവൃത്തി വരികയാണ്. തലമുറകളുടെയും സ്നേഹസംഗമ ഭൂമിയായി നമ്മുടെ ഇരുമാപ്പുറമറ്റം MDCMS ഹൈസ്കൂൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പ്രതിഭാ സംഗമത്തിൽ ലൂയിസ് മേരിയാനോടൊപ്പം ഒരുമിച്ച് ഈ വേദിയെ ലഭിച്ചതിൽ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്ലാറ്റിനം ജൂബിലിയുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒട്ടനവധി
പ്രിയപ്പെട്ട അല്ലേ? ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് എന്താ ഒന്നും കൂടെ ചെയ്യാൻ പറ്റാം? പിന്നെയുള്ളത് DJ ഡിജിറ്റ്സ് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പം ഇനി നമുക്ക് മാക്സിമം ട്രബിൾ കുറച്ച് കിടന്നോട്ടെ, വോളിയം കൂട്ടിത്തരണം. കുറച്ചുകൂടി വോളിയം കൂടാം. കുറച്ചുകൂടി വോളിയം കൂട്ടിത്തരണേ. Thank you. ഒരുപാട് സന്തോഷം. ഒറ്റ നമ്പർ കൂടി, അതായത് പലപ്പോഴായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് മേലാമറ്റത്ത് നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഇഷ്ടംപോലെ വിമാന സർവീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു വിമാനത്താവളം ആഗ്രഹിക്കണം, അതാണ് ആഗ്രഹം. അപ്പൊ കാരണം ഉച്ചയ്ക്കൊക്കെ എറണാകുളത്ത് പോരുന്ന പ്ലെയിൻ ഇവിടെ വന്ന് ക്ഷീണിച്ച് തളർന്ന് നിൽക്കുന്ന ഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് വേണമെന്നുള്ളതായിരുന്നു. എന്തായാലും എറണാകുളത്ത് വരുന്ന ഒരു പ്ലെയിനിന്റെ ശബ്ദം എന്തായാലും നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്ന ഒരു മടിയും കൂടാതെ വേദിയിലേക്ക് വന്ന പ്രിയപ്പെട്ട കലാകാരൻ, അതുപോലെ നല്ലൊരു അധ്യാപകൻ, അതിലൊക്കെ ഉപരി നല്ലൊരു മനുഷ്യ സ്നേഹി, നമുക്ക് പറയേണ്ട കാര്യമില്ല. വേദികാവ് ന്യൂസിന്റെ സ്വന്തം അമരക്കാരൻ ഒരു ഇവിടെ പോയോ ജോജോ, ഇവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. സാറിന്റെ പ്രിയപ്പെട്ട വൈഫ് ഒക്കെ പരിചയപ്പെട്ടവരെല്ലാം ഓൾറെഡി സെലിബ്രിറ്റികളാണ്. അവർക്ക് വേണ്ടി പറയാൻ അറിയാം. ഒരു വെറുതെയുള്ള ഭാര്യ എന്ന ഷോയിലൂടെ സെലിബ്രിറ്റിയായി മാറിയ രണ്ടാധ്യാപകരാണ്. ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഏഷ്യന്റെ മിന്നതാരമായിരുന്നു. മിന്നതാരത്തിന്റെ ഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മദനിയുടെ വേഷം, ഡെഹർ മെഹന്തി, അമിതാഭ് ബച്ചൻ, പിന്നെ നരേന്ദ്രമോദിക്ക് മുമ്പ് മുൻ പ്രധാനമന്ത്രിയുടെ വേഷവും ചെയ്തിരുന്നു. അങ്ങനെ ഫിഗർ പിന്നെ ജയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നുപോയി. അപ്പോൾ മിന്നതാരത്തിലായിരുന്നു വന്നത്, പിന്നെ നീണ്ട ഗ്യാപ്പ്. ഇപ്പൊ വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ താരങ്ങളോടൊപ്പം ഭയങ്കര സഹായിച്ചു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലൊരു കേൾവി കൊടുത്തോളം നമുക്ക് യാത്രയാക്കാം. അപ്പൊ നമുക്ക് ജയറാമിന്റെ അവസാനമായി ഏത് താരത്തിനെയാണ്? അല്ലേ, അതൊരു കാര്യം ചെയ്യാം. ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു